My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ ഫെബ്രുവരി മന്ത് ആണ്. ഈ മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ഓരോ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓരോ പേര് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1 സ്കൈ, ഗ്രൂപ്പ് നമ്പർ 2 റോഡ്, ഗ്രൂപ്പ് നമ്പർ 3 വാട്ടർ. ഓൾറൈറ്റ്, സോ ഏതിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ ഇൻറ്റ്യൂറ്റീവ്ലി പിക്ക് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ആകാശം, റോഡ്, വെള്ളം, ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ സമയം കണക്റ്റ് ആവുന്നത്, സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ് നിങ്ങളുടെ ഫെബ്രുവരി മന്ത്. എനിക്കാണ് ഇത് ജനറിക് റീഡിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിൽ അട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറൈറ്റ്, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, എങ്ങനെയായിരിക്കാം നിങ്ങളുടെ ഫെബ്രുവരി മന്ത്, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ഫെബ്രുവരി മന്തിനെ പറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Stepping away from distractions, resting into nature, setting high expectation. Alright. ഗ്രൂപ്പ് നമ്പർ 1 ഫെബ്രുവരി മാസം ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പല ഡിസ്ട്രാക്ഷൻസൊന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സെൽഫ് ഫോക്കസ്, അല്ലെങ്കിൽ എന്തിലേക്കാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യത്തിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കാം ഫെബ്രുവരി മാസം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ പോകുന്നത് മീഡിയ എന്നായിരിക്കാം, സോഷ്യൽ മീഡിയ. നിങ്ങൾ ഒരുപാട് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. നിങ്ങളുടെ ടൈം, എഫേർട്ട്, എനർജിയൊക്കെ നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ, അതിനൊക്കെ ഒരു മാറ്റങ്ങൾ, അതിനൊക്കെ ഒരു റീഫ്രഷ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് അങ്ങനത്തെ ചില കാര്യത്തിൽ നിന്നാണ്. ഓർ എന്തിലാണോ നിങ്ങളുടെ എനർജിയൊക്കെ നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് പ്രോബബ്ലി നിങ്ങൾക്ക് അത്ര ഒരു ഹെൽത്തി അല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ പോകുന്നത്. അത് ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങളായിരിക്കാം. ആൻഡ് നിങ്ങൾ ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾ നേച്ചറുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് കൂടുതൽ റെസ്റ്റ് ചെയ്യാനും ഒരു മനസ്സമാധാനം തരാനും റിയൽ ഹാപ്പിനെസ്സിലേക്കൊക്കെ കൊണ്ടുവരാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഗ്രൗണ്ടിങ് ഫീലിങ്സ്, കുറച്ചുകൂടെ നിങ്ങളെ ഗ്രൗണ്ട് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഈ ഒരു മാസം ഗാർഡനിങ്ങിലേക്കോ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്കോ ഒക്കെ, കൃഷിയൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇതുവരെയുള്ള ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വരാൻ പോകുന്നതും ഇങ്ങനത്തെ ചില കാര്യങ്ങളായിരിക്കാം. കൃഷി ചെയ്യുക, ഗാർഡനിങ് ചെയ്യുക, അല്ലെങ്കിൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നതായിരിക്കാം നിങ്ങൾ. ഓക്കെ, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. അത് നിങ്ങൾക്ക് ഒരുപാട് ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു റെസ്റ്റ് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ഹൈ എക്സ്പെക്ടേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം ഇതുവരെ നിങ്ങൾ എന്തിലേക്കൊക്കെയാണോ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത്. ബിക്കോസ് നിങ്ങളെ എക്സ്പെക്ടേഷൻ നിങ്ങൾ ചേഞ്ച് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എക്സ്പെക്ടേഷനിൽ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതിന് വേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു ഹൈ എക്സ്പെക്ടേഷൻ ലൈഫിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോടോ ഉണ്ടാവുന്നത് മേ ബി നിങ്ങൾ എന്തോ ഒരു കാര്യം കാണുന്നത് കൊണ്ടായിരിക്കാം. ഉയർന്ന ചിന്താഗതിയോ അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഹയർ സെൽഫുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു യൂണിക്നെസ്സിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ, നിങ്ങൾ ഈ ഒരു സമയം ഇതുവരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചോ, ഇതുവരെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് എങ്ങനെയായിരുന്നോ അതിനൊക്കെ മേലെ നിങ്ങൾക്കൊരു ഹൈ എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഓർ നിങ്ങളുടെ ജോബിലോ ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ അവിടെ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത്. ബിക്കോസ് ഇതിനെ പറ്റി നിങ്ങൾ ഓൾറെഡി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സി ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരുന്ന സമയത്ത്, ബാക്കി അതുവരെ നിങ്ങളുടെ എനർജി ഒക്കെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് അവിടെ മാറാൻ തുടങ്ങുകയാണ്, അല്ലെ? നിങ്ങൾ കൂടുതൽ സെറ്റിൽ ആവാൻ തുടങ്ങുകയാണ്. സി നമ്മൾ എവിടെ നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തിലും നമ്മൾ എൻഗേജ്ഡ് ആവാൻ പാടില്ല.
നമുക്ക് റോങ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ സ്റ്റക്ക് ആവുന്ന സമയത്ത് നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ എനർജി ഡ്രെയിൻഡ് ആവുകയാണ്, നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുക, അല്ലേ? സോ അങ്ങനത്തെ ഒരു പ്ലേസ് എന്നാണ് നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ചില പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ ഫെബ്രുവരി മാസം നിങ്ങളുടെ ലൈഫിൽ ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു എനർജി സിങ്ക് ആവുന്ന ആളുകളിലേക്കായിരിക്കാം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സ്പേസിലേക്കായിരിക്കാം നിങ്ങൾ വരാൻ പോകുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസിലേക്കൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഭാഗമായിട്ട് വോക്ക് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളായിരിക്കാം, ചേർച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, പ്ലേസ് ഓർ ചില സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ എത്തിപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊരു വളരെ നിങ്ങളെ കൂടുതൽ റെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ മനസ്സിനൊക്കെ ഒരു സമാധാനമൊക്കെ കൊണ്ടുതരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ നിങ്ങളുടെ പഴയ കഴിവുകളൊക്കെ നിങ്ങൾ ഒന്ന് തട്ടിയെടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. പണ്ട് നിങ്ങൾ എന്താണോ ചെയ്തത്, പണ്ട് നിങ്ങൾക്ക് എന്താണോ ഒരു എൻകറേജ്മെന്റ് തന്നിട്ടുള്ളത്, പണ്ട് നിങ്ങളുടെ ഒരു ഇഷ്ടങ്ങൾ എന്തായിരുന്നോ അതിലേക്കൊക്കെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ വീണ്ടും റീഫോക്കസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് ചില ആളുകൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ മാസമായിരിക്കാം നിങ്ങൾ ആദ്യമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചില യാത്രകളിൽ ഇൻവോൾവ് ആവുന്നതോ, സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങൾ യാത്രകളിൽ പോകുന്നതോ, ഓർ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വേറെ കൺട്രിയിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. റൈറ്റ്, അത് പ്രോബബ്ലി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മാസം ഫോക്കസ് ചെയ്യേണ്ടത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ മേലോട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ താഴോട്ടല്ല ഫെബ്രുവരി മാസം നോക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ മുകളിലോട്ട് പോകുന്നത് പോലെ, മുന്നോട്ട് പോകുന്നത് പോലെ, നമ്മൾ പിറകിലുള്ള കാര്യത്തിൽ നമ്മൾ സ്ട്രക്കായിട്ട് നിൽക്കാൻ പാടില്ല, അല്ലേ? ഫെബ്രുവരി മാസം നിങ്ങൾ മുന്നോട്ടാണ് നിങ്ങൾ നോക്കി തുടങ്ങുന്നത്. ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കാം നിങ്ങളുടെ ഫെബ്രുവരി മാസം, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഫെബ്രുവരി മാസം എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, കരിയർ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, നിങ്ങളുടെ ലവ്, റൊമാൻറ്റിക് ലൈഫ്. എസ്പെഷ്യലി ഫെബ്രുവരിയിൽ എന്താണ് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലൊക്കെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് അറിയണം, അല്ലേ? ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്, ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രിറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ആൻഡ് നിങ്ങൾ അതിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അതിൽ ജീവിക്കുന്നുണ്ട്. ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരുന്നതിനോ മുൻപ് തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ അങ്ങനെയായിട്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈവൻ നിങ്ങൾ സിംഗിളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓർ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ക്വാളിറ്റീസ് ഈവൻ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മൊമെന്റിൽ റിയൽ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് എനർജറ്റിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇന്റൻഷനലി ചില കാര്യങ്ങൾ ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളതല്ല, ബട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നാച്ചുറലി വരുന്നുണ്ട്. ഓക്കെ, സി നമ്മളുടെ ചില ആഗ്രഹങ്ങൾ അത് ജെന്യുവൻലി നമ്മളുടെ ഉള്ളിൽ തന്നെ വന്നിട്ടുള്ളതായിരിക്കാം. റൈറ്റ്, സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നത്, അതായിട്ട് ജീവിക്കുന്നത് മനസ്സിലാക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ചില ആളുകൾ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുന്നത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആണ്. ഓക്കെ, നിങ്ങളിൽ നിന്ന് വ്യക്തിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ അറിയാതെ തന്നെ ജീവിച്ച് തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അപ്പിയറൻസിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ജസ്റ്റേഴ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ സംസാര രീതിയിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ ഓഫീസിൽ പോയിട്ടുള്ളത്, നിങ്ങളുടെ കൂടുതൽ ആളുകളുടെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഇനി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിൾ ആവുന്നുണ്ട്, കുറച്ചുകൂടെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളത് മനഃപൂർവ്വം ഇല്ലാത്തൊരു കാര്യം ചെയ്യുകയാണെന്നുള്ളത്. അങ്ങനെയല്ല, എന്തൊരു കാര്യം വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ബേൺ ആവുന്നുണ്ട്, ആ ഒരു ഫയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, സ്പാർക്ക് ഉണ്ടാവുന്നുണ്ട്, അതാണ് നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ,
നിങ്ങളുടെ ആഗ്രഹത്തിന്റെ മേലെ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. ഗ്രൂപ്പ് നമ്പർ 1, മേ ബി നിങ്ങളുടെ ലൈഫൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. പുതിയ കാര്യങ്ങൾ, പുതിയ ഐഡിയാസ്, പുതിയ തോട്ട്സ്, ചില പ്ലേസിനൊക്കെ നിങ്ങളൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും അല്ലേ. അതായിരിക്കാം ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചില പ്ലേസിനൊക്കെ ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഫെബ്രുവരി മന്ത് നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ ലൈഫ് ഇഷ്ടമാണ്, നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു ടൈമാണ്, നിങ്ങളെ തന്നെ നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതാണ് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് വേറെ ഒരു കാര്യം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ട എന്ന് തോന്നുന്ന ഒരു മന്തും കൂടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടാവില്ല. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നതുമാണ്. ജസ്റ്റ് ഇമാജിൻ, ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ വളരെ കൂടുതൽ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ചില വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ വീട് മൊത്തം ആളായിരിക്കും അല്ലെ. അതുപോലെ ആയിരിക്കും നമ്മളുടെ ചില അവസ്ഥ, റൈറ്റ്? നമ്മുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കാം, നമ്മൾ ഡീൽ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്ത് വളരെ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ലൈഫാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടുന്നുണ്ടാവില്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാം എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഐ ക്യാൻ സീ ലൈക്ക് എസ്പെഷ്യലി നിങ്ങൾ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈമിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫിലെ ബാക്കി എല്ലാ തിരക്കുകളും നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് എന്നുള്ളതല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ അത്ര ഒരു തിരക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓർ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ കൂടെ സാധിക്കുന്നുണ്ട്. സോ കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഇതുപോലത്തെ മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി. ഓക്കെ, സോ ഫെബ്രുവരി മാസം നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റ് നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ പോവാണ്. ഓക്കെ, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. അത് എഗെയിൻ ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ. സോ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ഫിസിക്കലി ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രസന്റ് ആവുന്നുണ്ട്. സോ ഒരു ഗ്യാപ്പിന് ശേഷം ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫെബ്രുവരി മാസം. സ്പെഷ്യലി തേർഡ് വീക്ക്, ഫെബ്രുവരി മാസത്തിന്റെ ഒരു തേർഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ അത്രയും റെഡി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇതുപോലെ എക്സാക്ട്ലി എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, റീകണക്ഷൻ, റീയൂണിയൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടായിരിക്കാം. അത് എഗെയിൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ ഇത്ര കാലം ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ഇമാജിനേഷനിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് നിങ്ങളുടെ അങ്ങനത്തെ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റിന്നും ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ചില അറ്റാച്ച്മെന്റിന്നും ആയിരിക്കാം. ഓക്കെ, അൺഹെൽത്തി എന്ന് പറയുന്നില്ല. സോ നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ചില പാറ്റേൺ ഉണ്ടായിരിക്കണം. നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഇത്ര സമയമായിട്ട് നിങ്ങൾ പോയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരിക്കാം അല്ലെ. അവിടെ നിന്നായിരിക്കാം നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്. ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആവാം മീൻസ് ലൈക്ക് നിങ്ങൾക്ക് പുതിയൊരു ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സെയിം പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ആൻഡ് അത് നിങ്ങൾ മനഃപൂർവ്വം ഡിസ്ട്രാക്റ്റഡ് ആവുന്നതല്ല, സാഹചര്യം നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ജസ്റ്റ് ഇമാജിൻ, നമ്മളൊരു കാര്യത്തിൽ വളരെ അഡിക്റ്റഡ് ആണ്. സോ നമ്മൾ ഇന്റൻഷനലി ആ ഒരു അഡിക്ഷൻ പുറത്തേക്ക് വരുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ആയിരിക്കാം നമുക്ക് അല്ലെ. പക്ഷേ ആ ഒരു അഡിക്ഷൻ നമ്മൾ പോലും അറിയാതെ വേറൊരു കാര്യത്തിന് അതിന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന്ന് പുറത്തേക്ക് വരും അല്ലെ. സെയിം ലൈക്ക് ദാറ്റ്, നിങ്ങൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ ആർക്കെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷന് നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. ചില ആളുകൾ അത് ട്രൂലി ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
അല്ലെ, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവുക എന്നുള്ളത്. റൈറ്റ്, ഇത് നിങ്ങൾ കുറച്ച് സമയമായിട്ട് ചില ആളുകൾ പോയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് number 1. So let's see group number 1, what major blessings are coming for you in the month of February. Emotional withdrawal, that is where ആ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ ചില ഇമോഷൻ പാറ്റേണിന് നിങ്ങൾ പുറത്തേക്ക് വരാണ്. ആൻഡ് നിങ്ങൾക്കത് വേണം അല്ലേ, ഇത് നിങ്ങൾക്ക് ഇത്ര ആളുകൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും ആ ഒരു ഇമോഷൻ ഫേസ് നിന്ന് പുറത്തേക്ക് വന്നാൽ മതിയായിരുന്നു. ബിക്കോസ് നിങ്ങളത് ഡീൽ ചെയ്തിട്ട് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചില സിറ്റുവേഷൻ, റൈറ്റ്? ആൻഡ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ബട്ട് നിങ്ങളത് എൻകറേജ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ഒരു ടൈമിൽ വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളായിട്ട് ചില കാര്യങ്ങൾ കട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളായിട്ട് ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്നതായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് സെയിം പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ഒരു കർമിക് സിറ്റുവേഷൻ ആണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കുറേ കാലമായിട്ട് ഒരേ അവസ്ഥയിൽ കൂടെ പോയിട്ട് അത് വീണ്ടും നിങ്ങൾ എടുക്കുന്നില്ല. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു കർമ്മ നിങ്ങൾ എൻഡ് ആക്കുക എന്ന് പറയുന്നത്. സോ ചില ആളുകൾ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ എൻകറേജ് ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ, നിങ്ങളത് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഐ റിയലി അപ്രീഷിയേറ്റ് യു ഗൈസ്. ഓക്കെ, സോ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്രയും സന്തോഷം തന്നിട്ടുള്ള, നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ള, അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത്, ഓഫർ ചെയ്യുന്ന സമയത്ത്, ആ ഒരു എക്സൈറ്റ്മെന്റുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അത് എടുക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ സെപ്പറേഷൻ ചില പ്ലേസിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ വന്നാലും അതിന്റെ മറ്റൊരു റെപ്യൂട്ടേഷൻ ആയിട്ട് പോവുള്ളൂ അല്ലെ. ആ ഒരു സെയിം പാറ്റേൺ തന്നെ ആയിരിക്കാം. ഇനീഷ്യലി ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ കൊണ്ടുതരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇനീഷ്യലി ഉണ്ടെങ്കിലും വീണ്ടും ഒരു പഴയ അവസ്ഥയിൽ തന്നെ ആയിരിക്കാം ചില കാര്യങ്ങൾ പോകുന്നുണ്ടായിരിക്കാം അല്ലെ. സോ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽഫ് ബിഗിനിങ് എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ആക്ഷൻ. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് അവെയർ ആവുന്നുണ്ട്. ഓക്കെ, സോ അതായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നതും. ഓക്കെ, നിങ്ങളുമായിട്ട് ചില ഡീലിൽ എത്തുന്നുണ്ട്, നിങ്ങളുമായിട്ട് ചില പ്രോമിസിങ്ങിൽ എത്തുന്നുണ്ട്, നിങ്ങൾക്ക് ചില വാക്കുകൾ കൊടുക്കുന്നുണ്ട്, വാഗ്ദാനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ലൈക്ക് സ്ട്രോങ് അല്ലാത്ത ചില ഹോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സത്യസന്ധമല്ലാത്ത ചില ഹോപ്പ് എന്ന് പറയല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നടക്കാത്ത ചില ഹോപ്പുകൾ ഉണ്ടായിരിക്കണം അല്ലെ. നടക്കാത്തത് എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി ലൈക്ക് നിങ്ങൾ ചില കാര്യത്തിൽ ഹോപ്പ് വെക്കുന്നത് മേ ബി നിങ്ങൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിസേർവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. മേ ബി ആ ഒരു കാര്യം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ഹോപ്പ് വെച്ച് ജീവിച്ച് ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെ. ചില ആളുകളുടെ ലൈഫ് നിങ്ങൾ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക. സോ അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്ത ഹോപ്പ് അവിടെ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അതിനൊരു ഇന്റൻസ് ഇല്ല, അതിനൊരു സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത്. സോ അതാണ് നിങ്ങൾ വളരെ ധൈര്യമായിട്ട് ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഒരു റിയലൈസേഷൻ, നിങ്ങളുടെ ഒരു ലെസൺ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻസ് ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതല്ല. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഈവൻ നിങ്ങൾ ചില ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ആളുകൾ അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ചില ആളുകളുടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന മൊമെന്റ്സ് ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ ഒരു നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ കണക്റ്റഡ് ആവുന്നുണ്ട് റൈറ്റ് ആയിട്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾ ഒരു ഫോൾസ് ഹോപ്പ് വെച്ച് ഒരുപാട് നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടായിരിക്കണം അല്ലെ. അർഹത ഇല്ലാത്ത കാര്യത്തിന് നിങ്ങളെ അർഹിക്കാത്ത ചില കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ അങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്. ചില ആളുകളുടെ കാത്തിരിപ്പാണ് അവിടെ ബ്രേക്ക് ആവുന്നത്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്, വീണ്ടും നിങ്ങൾ
അലോ ചെയ്യാണ് നിങ്ങളെ ചില പുതുതായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് വരാനും വേണ്ടിയിട്ടും. ഇതൊന്നും നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമല്ല ഗ്രൂപ്പ് നമ്പർ 1. ബിക്കോസ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കാനുള്ള അവസ്ഥകൾ ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ, പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പുതിയ റിലേഷൻഷിപ്പ്, പുതിയ പേഴ്സൺ ഓർ പുതിയ ഒരു ഇൻസൈറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി. ഓക്കെ, ഇനി എന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, നിങ്ങൾ അതായിരിക്കാം ഇനി ആക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരിക്കാം. ആൻഡ് ഗൈസ്, വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക്, നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് ഇൻസ്പയർ ആയിട്ട് എനിക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ജെന്യൂൻലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു യൂണീക്ക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, നിങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ് നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുന്നത്. അതാണ് റിയൽ, അതാണ് ലൈഫ് നിങ്ങൾക്ക് തരുന്നത്. അതിനാണ് ലൈഫ് ഉള്ളത്. അതേ നിങ്ങളുടെ ലൈഫിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ, ഈവൻ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഒന്നുമില്ല, ഒരു കാര്യമില്ല, ഒരാളും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരുന്നില്ല. ബട്ട് സംവേ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, എങ്ങനത്തെ ക്വാളിറ്റീസ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ആ ഒരു ഇൻസൈറ്റ് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനോ, നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാനോ, അതിന്റെ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരു ഡെപ്ത്, അതിന്റെ ഒരു സത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആക്ഷൻ അതുപോലെ വരുന്നുണ്ടെങ്കിൽ, ആ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈവൻ അത് വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാനും കണക്ട് ചെയ്യാനും അതുപോലെ ആക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഗൈസ്, അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചറിലുണ്ട്. സോ ഫെബ്രുവരി മാസം ഡസന്റ് മാറ്റർ നിങ്ങളുടെ ലൈഫിൽ ഒരു ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ചില ആളുകൾക്ക് അവിടെ ഒരു പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ഉണ്ടാവുന്നുണ്ട്. സോ ഫെബ്രുവരി മാസം നിങ്ങൾ പുതിയൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ഫെബ്രുവരി മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ സ്പിരിറ്റ് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, സോ എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് നോക്കാം. ഫാസ്റ്റർ മൂവ്മെന്റ്, കോൺഷ്യസ് action, dealing with human machines or systems, spending time or money. ഓക്കെ, ഫാസ്റ്റ് മൂവ്മെന്റ്. സോ ഫെബ്രുവരി മാസം നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കാം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കുക. ലൈഫ് പൊതുവേ നിങ്ങൾക്ക് ഫെബ്രുവരി വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ ആക്ഷൻ, നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ വേണം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുമുണ്ട്. ഓക്കെ, നിങ്ങൾ കോൺഷ്യസ് ആവുന്നുണ്ട്, നിങ്ങളുടെ ആക്ച്വലി നിങ്ങൾ കോൺഷ്യസ് ആവുന്നുണ്ട്. സോ വളരെ എഫക്റ്റീവായിട്ടും വളരെ പ്രൊഡക്റ്റീവായിട്ടും ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് നിങ്ങളുടെ ഫെബ്രുവരി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ടോ, നിങ്ങളുടെ ലൈഫിലെ ചില ഇവന്റ്സോ, നിങ്ങളുടെ ജോബോ ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ചില ആളുകൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓരോ ആളുകളും ഓരോ സിറ്റുവേഷൻ ആയിരിക്കാം. ഒന്നുകിൽ ആളുകളെ ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്ഷൻസ് കൊണ്ടുവരുന്നത് ആളുകളുമായിട്ടായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വർക്ക് പ്ലേസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആളുകളുടെ മേലെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നതായിരിക്കാം. ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അവിടെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മെഷീൻ്റെ കൂടെ ആയിരിക്കാം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, സിസ്റ്റത്തിന്റെ കൂടെ ആയിരിക്കാം ചില ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓർ ഹ്യൂമൻ എന്ന് പറയുന്നത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം. ഫാമിലിയിലുള്ള ആളുകളായിട്ട് നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ടൈം ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വരുന്ന ഒരു മാസം കൂടി ആയിരിക്കാം ഫെബ്രുവരി. സോ മേ ബി ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ടോ നിങ്ങളുടെ പുതിയ പാർട്ട്ണറൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കോൺഷ്യസ് ആവുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് കോൺഷ്യസ് ആവുന്നത്? നിങ്ങൾക്ക് അങ്ങനത്തെ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങൾ, ഒരുപാട് ചെറിയ ചെറിയ യാത്രകളായിരിക്കാം. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു ദിവസം തന്നെ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്.
ഓക്കെ, പല പല സ്ഥലത്തായിട്ട്. മേ ബി നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇവന്റ് ഉണ്ടായിരിക്കണം, മാരേജ്, എൻഗേജ്മെന്റ് ഓർ വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇവന്റ് ആയിരിക്കാം. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ആളുകളെ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ സിസ്റ്റമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോബിൽ കൂടുതൽ എൻഗേജ്ഡ് ആവാൻ പോകുന്ന ഒരു മാസം കൂടി ആയിരിക്കാം. സോ നിങ്ങൾ ഒരുപാട് ടൈം ഈ മാസം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ കൂടുതൽ സമയത്തിലും ഓർ നിങ്ങൾ ക്യാഷും ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപാട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ചില കാര്യത്തിന് വേണ്ടി, നിങ്ങളുടെ ജോബിന് വേണ്ടി നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അത് ചില ആളുകൾക്ക് ക്യാഷും ആയിരിക്കാം. സോ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ മാസം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ചെലവുകൾ ഉണ്ടാവാം. നിങ്ങൾക്ക് യാത്രയുടെ ഭാഗമായിട്ടോ നിങ്ങൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷന്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് ചെലവുകൾ ഉണ്ടാവും. ആൻഡ് ചില ആളുകൾ നിങ്ങൾ വർക്കിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും കൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് സമയവും പണവും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 2 കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ബിക്കോസ് കുറച്ച് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഫെബ്രുവരി മാസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ട് ഒക്കെ നിൽക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഒരുപാട് മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ഒരു ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത്. സോ അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഒരു പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ നിങ്ങൾക്ക് വരുത്തുന്നത് നല്ലതാണ്. ആൻഡ് എസ്പെഷ്യലി ഫെബ്രുവരി മാസം നിങ്ങളുടെ സ്പെൻഡിങ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. റൈറ്റ്, ഈവൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻകംസ് വരുന്നുണ്ടെങ്കിലും അതും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഗ്രൂപ്പ് നമ്പർ 2 ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ നിങ്ങൾ ലൈക്ക് പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കും, ലൈക്ക് മാജിഷ്യൻ. ഓക്കെ, സോ ലൈക്ക് മാജിഷ്യൻ ലൈക്ക് ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാം അല്ലെ. സോ നിങ്ങളും അങ്ങനെ തന്നെയാണോ? ഓക്കെ, നിങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മൾട്ടി ടാസ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ് ഫെബ്രുവരി മന്ത്. ആൻഡ് നിങ്ങൾക്ക് ചില അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ചില പ്ലാനിങ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ചില എക്സ്പെക്ടേഷൻ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾ എന്തിലാണോ കുറച്ച് സമയമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ റൈറ്റ് ആയിട്ടുള്ള റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ളൊരു വളരെ സ്പെഷ്യൽ കൺഫർമേഷൻ, ഒരു ക്ലാരിറ്റി ഇതാണ്. നിങ്ങൾ എന്തിലാണ് കുറച്ച് സമയമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, കൺസിസ്റ്റൻസി കാണിച്ചിട്ടുള്ളത്, കുറച്ചുകൂടെ ശ്രദ്ധ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അവിടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ഇത്ര കാലം ചെയ്തത് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അത് നന്നായിട്ട് വരുന്നുണ്ടോ, അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് എവിടെയും പോകുന്നില്ല, നിങ്ങളുടെ ഒരു ടൈം എനർജി ഒക്കെ റൈറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, നല്ല റൂട്ട് ഉണ്ടാവുന്നുണ്ട്. ഫെബ്രുവരി മാസം നിങ്ങൾ എന്തിലാണോ എൻഗേജ്ഡ് ആവുന്നത് അതും സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി ലൈക്ക് അഗെയിൻ ഫെബ്രുവരി മാസം നിങ്ങൾ ഒരുപാട് ആക്ഷൻ എടുക്കുന്നുണ്ട്. സോ ഇത്ര സമയമായിട്ട് നിങ്ങൾ കുറച്ച് ലേസി ആയിട്ട് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചില പ്രവൃത്തിയിൽ എൻഗേജ്ഡ് ആവാണ്. അതിനെന്ത് സംഭവിക്കും? ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ ഒരു പുതിയൊരു ഹെൽത്തി ഹാബിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് നിങ്ങൾക്ക് അവിടെ റൂട്ട് ഉണ്ടാവുന്നത്. നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ആക്ഷൻ ആണോ എടുക്കുന്നത് അതവിടെ സ്ട്രോങ് ആയിട്ട് റൂട്ടഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. അതിന്റെ ഗ്രോത്ത് ഡെഫിനറ്റ്ലി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് ചെയ്യുന്നത്, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾ ശരിക്കും അനുഭവിക്കാൻ പോവാ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിലായിരിക്കാം. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ
ഹൈഡ് ചെയ്യുന്നതും നല്ലതാണ്. ഓക്കെ, സോ ഓർ ലൈക്ക് നിങ്ങൾ ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്നതും നല്ലതാണ്. ഫെബ്രുവരി മാസം നിങ്ങൾ എന്തിലേക്കാണോ എൻഗേജ്ഡ് ആവുന്നത്, ഈവൻ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങളുടെ ജോബിൽ വരുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു മാസ്കുലിൻ എനർജി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഒക്കെ നിങ്ങൾ സിറ്റുവേഷനിൽ എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ആ ഒരു പ്രൈവസി നിങ്ങൾ കീപ്പ് ചെയ്യാം. ഓക്കെ, ടു സേവ് യുവർ എനർജി. ഗ്രൂപ്പ് നമ്പർ 2, സി നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ എന്തിലാണോ എൻഗേജ്ഡ് ആവുന്നത്, അതിന് വേണ്ടൊരു അറ്റൻഷൻ, റെക്കഗ്നേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തൊരു മേജർ ഇവന്റ് സംഭവിക്കാൻ പോകുന്നൊരു മാസം കൂടിയാണ് ഫെബ്രുവരി. അത് ചില ആളുകൾക്ക് ചെറിയ രീതിയിലായിരിക്കാം, ചില ആളുകൾക്ക് വളരെ കുറച്ച് ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഒരാളുമായിട്ടോ ആയിരിക്കാം, ചില ആളുകൾക്ക് അത് വൈഡ് ആയിട്ടാണ്. ഓക്കെ, ഒരുപാട് ആളുകളുടെ കൂടെ നിങ്ങളുടെ ഒരു സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്, നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്, ഒരുപാട് ആരാധനകൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഫയർ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പല കാര്യത്തിലും നിങ്ങൾ അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. ഓക്കെ, കിട്ടുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതും അതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് മൊമെന്റിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയാൻ മറക്കരുത് ഗ്രൂപ്പ് നമ്പർ 2. എന്താണോ നിങ്ങൾ മനസ്സിൽ ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവുന്നുണ്ട്. അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ടൊരു ടൈം നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ വേണം എന്നുള്ളത്, ഓർ ഈ ഒരു സമയത്ത് എനിക്കൊരു കാര്യം ഉണ്ട് എന്നുള്ളത്. അതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? അവിടെ നിങ്ങളുടെ ഇമോഷൻസ്, എനർജി, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരാണ്, ഒരേ പ്ലേസിൽ വരാണ്, ഒരുപോലെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അത്രയും ഷാർപ്പായിരിക്കും, അത്രയും ലൈക്ക് ക്ലിയർ ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു മാസം കൂടിയാണ് ഗ്രൂപ്പ് നമ്പർ 2 ഫെബ്രുവരി മാസം. നിങ്ങൾ മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാണ്, മറ്റുള്ള ആളുകളുടെ അടുത്ത് ഒരു എംപതി കാണിക്കുകയാണ്, സോഷ്യൽ വർക്കിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്, പഴയ ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, പഴയ ആളുകൾ, അതായത് പ്രായമായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അവരുടെ ഒരു സപ്പോർട്ടും അവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ബ്ലെസ്സിങ്സോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഒരു സമയത്ത് അവര് നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. അവര് നിങ്ങളുടെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു സമയത്ത് ഇറ്റ്സ് ലൈക്ക് നോ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് കർമ്മ, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ലൈക്ക് നമ്മളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കേണ്ട കാര്യം പോലും ഇല്ല. ഓക്കെ, സോ ചില ആളുകളുണ്ട് നിങ്ങളെ വിഷമിപ്പിച്ചതിന് അവർക്കത് മനസ്സിലാവോ അല്ലെങ്കിൽ അവർക്കത് തിരിച്ചു കിട്ടുമോ, ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, മേ ബി ലൈക്ക് നമുക്ക് വിഷമമായിട്ടുള്ളത് നമ്മൾ അവിടെ വീണ്ടും വിഷമിപ്പിക്കാൻ നിന്നു കൊടുത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ അത്രയും വിശ്വസിച്ചത് കൊണ്ടോ സ്നേഹിച്ചത് കൊണ്ടോ ആയിരിക്കാം അല്ലെ ചില പ്ലേസിൽ നമ്മൾ ഹേർട്ട് ആവുന്നത്. സോ അതിനർത്ഥം നമ്മൾ വിഡ്ഢികളാണെന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതും അല്ല. റൈറ്റ്, ആരെങ്കിലും നമ്മൾ അത്രയും സിൻസിയർ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അവര് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ബിഹേവിയർ ആണ്. അവർ അത്രയും അവേക്കൻ ആയിട്ടുള്ളൂ അല്ലെ. നമുക്കുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ നമുക്കുള്ള ഒരു എംപതി, സിമ്പതി അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ നമുക്ക് അങ്ങനെ ആളുകളോട് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഒരാൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സെൻസ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സോ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട, അവർക്ക് അത് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചതിന് അത് അവരും അതേ അവസ്ഥയിൽ കൂടെ വരുമോ എന്നുള്ളത്. ബട്ട് ഇവിടെ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥയിൽ കൂടെ ചില ആളുകൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ പോയിട്ടുള്ള അവസ്ഥയിൽ കൂടെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ അവേക്കൻ ആവുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഉണ്ടായിരിക്കണം അല്ലെ. ഒരാളുടെ ഒരു സമയത്ത് നമുക്ക് ചില ആളുകളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്താണ് അത് എത്ര ഒരു ഇന്റൻസ് ആയിരുന്നു, ആ ഒരു അവസ്ഥ എങ്ങനെയാണ്, അത് എത്ര ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ. സോ നമ്മൾ പറയും
പെൺകുട്ടികളിലൊക്കെ അമ്മമാരെ കൂടുതൽ മനസ്സിലാക്കുക. അവരെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു ജന്മം കൊടുക്കുന്ന സമയത്താണ് ആ ഒരു അമ്മ പോയിട്ടുള്ള അവസ്ഥ കൂടുതൽ മനസ്സിലാക്കുക എന്ന് പറയും അല്ലെ. സോ അതുപോലെ ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ കൂടുതൽ മനസ്സിലാക്കുന്നത് നിങ്ങൾ അതേ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രായത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അതേ ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. അവർക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. സോ അവിടെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂണിയൻ, അണ്ടർസ്റ്റാൻഡിങ്, സപ്പോർട്ട്, ഡീപ് കോൺവെർസേഷൻ നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു റിവാർഡ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് പോലെ. ഓക്കെ, സോ ചില ആളുകൾക്ക് അവാർഡ് ഒരു റിവാർഡൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അംഗീകാരം, റെക്കഗ്നൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ നിൽക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസും ഒരുപാട് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസും വരുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മന്ത്. ബിസിനസ് ഐ ഡോ നോ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഡു ഇറ്റ് റൈറ്റ് അവേ. ബിക്കോസ് അത് നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് ആൻഡ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. ഡോണ്ട് ഡൗട്ട് ഇറ്റ്. ഓക്കെ, ഡോണ്ട് ഡൗട്ട്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ബിക്കോസ് എന്തെങ്കിലുമൊക്കെ മേജർ കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ട്. സ്പിരിച്വലി ഒരുപാട് നിങ്ങൾ ഗ്രൗണ്ട് ആയിട്ട് വരുന്നുണ്ട്, സ്റ്റേബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സ്പിരിച്വലി നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് വരിക അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വലിപ്പം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ അവസ്ഥ. എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഇൻസൈറ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ കൂടുതൽ വളരെയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഇതുപോലത്തെ മാറ്റങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ക്ഷമ എന്താന്ന് പഠിപ്പിക്കുന്നതും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഫെബ്രുവരി മാസം മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളുകളാണ്. അതിനകത്ത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ജോബ് നിങ്ങൾ ഒരേ സമയം ചെയ്യാന്ന് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾ ജോബിൽ സക്സസ് ആയിട്ട് വരുന്നു, അതുപോലെ തന്നെ അതേസമയം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് പോകുന്നു, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്തു പോകുന്നു, നിങ്ങളുടെ വേറെ എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബാലൻസ് ചെയ്തു പോകുന്നു. അതായത് ഒരു സമയം നിങ്ങൾ ഇതുപോലത്തെ ലൈഫിലെ പല ഇവന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ട പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറെ വർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫാമിലിയിലേക്ക് ശ്രദ്ധിക്കാണ്ടിരിക്കുക എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അല്ലെ. എനിക്ക് കുറെ ജോബ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫാമിലിയിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ ഈവൻ എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. സോ അവിടെയാണ് നിങ്ങളുടെ ഒരു മൾട്ടി ടാലന്റ് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കൂടുതലൊരു സെൽഫ് അവയർനെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കാര്യം കൊണ്ടു തരുന്നുണ്ട്. ഓക്കെ, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ മേലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരുപാട് ഒരു അഷ്വറൻസ് കിട്ടുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ അതുപോലെ വരുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുക. നമ്മൾ പറയും നമ്മുടെ മാസ്കുലിൻ ഫെമിനിൻ, നമ്മളുടെ ഉള്ളിലെ മാസ്കുലിൻ ഫെമിനിൻ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ആവുക. സ്പിരിച്വലി ആണെന്നുണ്ടെങ്കിലും ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിലും റൈറ്റ്. സോ നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിമാനത്തിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്ലേസിൽ നിങ്ങൾ നിൽക്കുന്നില്ല. ഓക്കെ, സോ ചില ആളുകളുമായിട്ട് ഗ്രൂപ്പ് നമ്പർ 2 വാട്ട് ഐ കൻ സീ ഈസ് ചില ബന്ധുക്കളൊക്കെ ആയിട്ട് നിങ്ങൾ വീണ്ടും ഒരു യൂണിയൻ സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അവരെയോ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കാതെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ പരസ്പരം മനസ്സിലാക്കാൻ, അതാണ് ആരോഗ്യപരമായിട്ടുള്ള റീകണക്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അഗൈൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം സ്പെൻഡ് ചെയ്ത് ഒരുമിച്ച് അവിടെ നിങ്ങൾ ഒരുപാട് ക്ഷമ, ഡിഫറൻസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് കാണിക്കുന്നുണ്ട്, മ്യൂച്വൽ റെസ്പെക്ട് കാണിക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്. സോ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
ഓക്കെ, സോ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കാം, നിങ്ങൾക്കും അതുപോലെ നിൽക്കാൻ സാധിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പാർട്ട്ണർ വളരെ അവർക്ക് അത്രയൊരു സപ്പോർട്ട് വേണ്ട ടൈമിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, തിരിച്ചും ആയിരിക്കാം. ഓക്കെ, ഒരു പ്രശ്നം വരുന്ന സമയത്താണ് നമ്മൾ ബന്ധങ്ങളുടെ വിലക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക, അല്ലെ? സോ അങ്ങനെ വരുന്ന സമയത്ത്, ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, നിങ്ങളുടെ ഒരു ലവ് റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് ഒരു വലിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, പ്രസൻസ് കാണിക്കുന്നുണ്ട്. സോ വെറുതെ വാക്കുകൾ കൊണ്ട് പറയാന്നുള്ളതല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അവരുടെ ആക്ഷനിലൂടെ അവരുടെ ഒരു ഇഷ്ടം, അവരുടെ ഒരു കെയർ അത് അവർ കാണിക്കുന്നുണ്ട്. അത് എത്ര റൂഡായിട്ടുള്ള പേഴ്സൺ ആയിക്കോട്ടെ, എത്ര നിങ്ങളുടെ പാർട്ട്ണർ എത്ര അഗ്രസീവ് ആയിട്ടുള്ള പേഴ്സണോ, എത്ര എക്സ്പ്രസ് ചെയ്യാൻ കഴിവില്ലാത്തൊരു വ്യക്തിയോ ആയിക്കോട്ടെ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക, അനുഭവിക്കുക. ഈ ഒരു മാസം നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളോ റിലേഷൻഷിപ്പിലുള്ള ആളുകളോ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് വളരെ ഒരു എംപതി കാണിക്കും, മനസ്സിലാക്കും. അത് അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ആക്ഷനിലാണ് നിങ്ങളത് അനുഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കൊരു റിലീഫാണ്. ഓക്കെ, സോ ചില ആളുകളുടെ ഇതുപോലുള്ള ഒരു മാറ്റം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയൊരു റിലീഫാണ്. അത് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരിക്കണം, എടുക്കുന്ന ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഓക്കെ, ഇങ്ങനത്തെ ഒരാൾക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിലത് റിലീസ് ചെയ്യാൻ കൂടെ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലേസോ റിലേഷൻഷിപ്പോ ആളുകളോ സിറ്റുവേഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സേഫ് ബൗണ്ടറി അവിടെ സെറ്റ് ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ആവുന്നുണ്ട്. സോ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, യുവർ ഫെബ്രുവരി മന്ത് എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഈ മാസം സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് നോക്കാം. വാട്ടർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കാം ഓവറോൾ ഫെബ്രുവരി മന്ത് നിങ്ങളുടെ ലൈഫിൽ? ഫ്ലോ, കാമിങ്, ഫൊർഗീവിങ്, ക്ലിയറിങ്, എക്സ്പ്രസിങ്, പ്രസൻറ്റിങ്. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫ്ലോയിലേക്ക് വീണ്ടും വരാൻ സാധിക്കും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറേ സമയമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കാം നിങ്ങളുടെ ടൈം, എഫേർട്ട്, എനർജി ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഫെബ്രുവരി മാസം ഇറ്റ്സ് ലൈക്ക് യു ആർ ബാക്ക് ടു ഹോം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയൊരു ഫീൽ ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളെ കണ്ടുപിടിച്ചൊരു ഫീൽ ഉണ്ടാവും നിങ്ങൾക്ക്. ചില സിറ്റുവേഷനിലൊക്കെ പോയിട്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാണ്ട് പോകും, അല്ലെ? നമുക്ക് വളരെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നും, നമുക്കൊരു ഹോം സേഫ് സെക്യൂർ ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല. ബട്ട് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വളരെ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാം. നിങ്ങൾ വളരെ കാം ആവാണ്. എത്ര ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഫെബ്രുവരി മന്ത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വളരെ കാമാണ്, വളരെ ജെന്റിലാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ ഫെബ്രുവരി മാസം നിങ്ങൾ കീപ്പ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഗ്രൂപ്പ് നമ്പർ 3 എസ്പെഷ്യലി നിങ്ങൾ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്, ഓവർ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്, ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിലൊക്കെ ഒരു മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ് നിങ്ങൾ സ്പേസ് ഉണ്ടാക്കുന്നത്. സോ ആരോടെങ്കിലുള്ള ദേഷ്യമോ വിരോധമോ സങ്കടമോ അല്ലെങ്കിൽ അവരെ എങ്ങനെ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. ഡീപ്പായിട്ട് നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ ഒരു ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ വളരെ കാമായിട്ട് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിലെ ബേർഡൻസ് ഒക്കെ നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് ഗ്രൂപ്പ് നമ്പർ 3, ഫിസിക്കലി കൂടുതൽ മൂവ്മെന്റ്സ് നിങ്ങൾ ഈ മാസം കൊടുക്കുക. എസ്പെഷ്യലി നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഫിസിക്കലി കൂടുതൽ മൂവ്മെന്റ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾക്കൊരു ഹെവിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റിലീസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫെബ്രുവരി മാസം അത് നിങ്ങൾ കൂടുതൽ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾ തോന്നും, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് what I can see is നിങ്ങൾ ഇരുന്ന് വളരെ കാമായിട്ട് ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. ആൻഡ് ഫോർ ഷുവർ ഗ്രൂപ്പ് നമ്പർ 3 what I can say is നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ മറക്കരുത്, ഈ ഒരു വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയോ ആരോടോ നിങ്ങൾ സംസാരിക്കും, ഓൾ ഓഫ് സഡൻ നിങ്ങൾ റീകോൾ ചെയ്യും, എൻ്റെ ഈ ഒരു മെസ്സേജ്
ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഗോപു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ക്യാൻ സീ ക്ലിയർലി. ഓക്കെ, നിങ്ങളുടെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട്, നിങ്ങൾ അത്രയും ഒന്നെങ്കിൽ നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് ആരോടെങ്കിലും സംസാരിക്കുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് എത്ര അഗ്രസീവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൂച്ചക്കുട്ടി പോലെ ആവും അല്ലെ, നമ്മുടെ സംസാരം, നമ്മൾ കാമാവും, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മൾ കാമാവും അല്ലെ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഫെബ്രുവരി മാസം സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ അത്രയും ജെന്റൽ ആയിട്ടുള്ള വേർഷനാണ് കാണിക്കുന്നത്. സോ റൈറ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് അതുവരെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ദേഷ്യവും വെറുപ്പൊക്കെ നിങ്ങൾ പോലും അറിയാതെ മെൽറ്റ് ആയി പോകുന്നത്, നിങ്ങൾക്കത് ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി, അതുവരെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞോളും അല്ലെ. സോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എവിടെയെങ്കിലുമൊക്കെ കിട്ടാത്ത സമയത്താണ് നമ്മൾ കമ്പയർ ചെയ്യുക, നമുക്ക് ജലസ് ഉണ്ടാവുക, നമുക്ക് ചില കാര്യങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനും പറ്റാതെ വരുന്നുണ്ടായിരിക്കാം. സോ ഫെബ്രുവരി മാസം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ വരുന്ന സമയത്ത് നിങ്ങൾ അത്ര കാലമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ല, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്പേസ് ഉണ്ടാവുന്നത്. ഓക്കെ, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ആരോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെട്ടി തുറന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിറ്റുവേഷൻ, കോൺവെർസേഷൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ കൂടെ പോകുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. നിങ്ങൾ മാത്രം എന്നുള്ളതല്ല, what I can see is നിങ്ങളുടെ വീട്, നിങ്ങളുടെ സറൗണ്ടിങ്, നിങ്ങളുടെ റൂം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നിങ്ങളുടെ വീട്ടിലോ റൂമിലൊക്കെ നിങ്ങൾ വരുത്തുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് വർക്ക് പ്ലേസിലായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ലൈഫ് ഒന്നും കൂടെ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ മാസം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ കാമാണ്. ഓക്കെ, സോ ലൈക്ക് ഈവൻ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ ദേഷ്യം പോലും നിങ്ങൾക്ക് ഇവരെന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്, ഇവരെന്തിനാ ഇങ്ങനെ ഓവർ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുവരെ നിങ്ങൾ അതിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങളുടെ അടുത്ത് കണക്ട് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു കുട്ടീനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ എത്ര പ്രായമായിട്ടുള്ള ഒരാളായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ സംസാരിക്കുന്നത്? ഡെഫിനറ്റ്ലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം അല്ലെ. ഒരാൾ സങ്കടപ്പെടുന്നതിനും കോൺസ്റ്റന്റ് ആയിട്ട് ദേഷ്യപ്പെടുന്നതിനും സങ്കടപ്പെടുന്നതിനും ആ ഒരു റഫ്നെസ് പുറത്ത് കാണിക്കുന്നതിനും അവർ വന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾക്ക് അങ്ങനെ ഡീപ്പ് ആയിട്ട് ആ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നത്. എൻ്റെ അടുത്ത് അവർ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു എന്ന് ഇത്ര കാലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ദ്രോഹിച്ചു എന്ന് ഇത്ര കാലം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാതെ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ നോക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് അത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്യുന്നത്? ബിക്കോസ് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം അല്ലെ. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻസൈറ്റ് മേ ബി അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ടായിരിക്കാം അവരുടെ ആക്ഷൻ അവർ നോക്കാത്തത്, മനസ്സിലാക്കാതെ പോകുന്നത്. സോ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കത് അവരുടെ ആ ഒരു കുട്ടി വേർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടായിരിക്കാം ആ വ്യക്തി അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓറ, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഗ്ലോ നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് അഗെയിൻ ലൈക്ക് നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ, അല്ലെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇവന്റ്സിൽ പ്ലേസിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ട്. എക്സാക്ട്ലി നിങ്ങൾ എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓതന്റിസിറ്റി നിങ്ങൾ അവിടെ വിടുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ട്, ഫെമിനിൻ മാസ്കുലിൻ ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആ ഒരു ഫെമിനിൻ എനർജി നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്താണ് മറ്റുള്ള ആളുകൾ എന്തുകൊണ്ടായിരിക്കാം അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഒരു അമ്മ കുട്ടീനെ നോക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു ക്ഷമ പോലെ നിങ്ങൾക്ക്
ഉണ്ടാവുന്നത്. ഓക്കെ, എല്ലാ കാര്യത്തിനോടും ആ ഒരു ക്ഷമ, സഹനം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, എക്സാക്ട്ലി ഒരു ഫെമിനിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ എവിടേക്കോ കാണിക്കുന്നുണ്ട്. വാത്സല്യം നിങ്ങൾ കാണിക്കുന്നുണ്ട്, ഫ്ലോ നിങ്ങൾ കാണിക്കുന്നുണ്ട്, സ്നേഹം നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് അത് വസ്തുക്കളോടാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ സറൗണ്ടിങ് ഒക്കെ വളരെ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഓൾ ഓഫ് സഡൻ നിങ്ങൾ തിരിച്ചറിയാം, ലൈക്ക് നിങ്ങൾ എന്ന വ്യക്തി ഇങ്ങനത്തെ ഒരു പ്ലേസിലല്ല, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു ചുറ്റുപാടല്ല നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലാണ് നിങ്ങൾ. ഈവൻ ലൈക്ക് നിങ്ങൾ മേ ബി ലൈക്ക് റീസെന്റ് ആയിട്ട് ചില ആളുകൾ നിങ്ങളിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത് ഈവൻ നിങ്ങളുടെ വിരലുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ നോക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾ റിയലൈസ് ചെയ്യാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സോൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ എന്ത് സംഭവിക്കും, നിങ്ങൾ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ള ആളുകളിൽ നിങ്ങൾ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. മറ്റുള്ള ആളുകൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചൈതന്യം തിരിച്ചറിയാൻ തുടങ്ങും, ആരും ആയിക്കോട്ടെ. ഓക്കെ, what I can clearly see, ഗ്രൂപ്പ് നമ്പർ 3, ഈവൻ നിങ്ങളുടെ അടുത്ത് എത്ര ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് അവർ കാം ആവുന്നുണ്ട്, അവർക്ക് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റില്ല. അതാണ് നിങ്ങളുടെ ഒരു എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞു എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എന്നെങ്ങനെ പറയണം, അല്ലെങ്കിൽ എന്നെങ്ങനെ നോക്കണം എന്ന് പറഞ്ഞിട്ടല്ല. നിങ്ങൾ ഒരു പ്ലേസിൽ പോയി നിൽക്കുന്ന സമയത്ത്, ഒരാൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ദേ നോ ഹൗ ടു ട്രീറ്റ് യു. ഗ്രൂപ്പ് നമ്പർ 3, people know exactly how to treat you. You don't need to explain. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കണം. Oh sorry, like see like എൻ്റെ റീഡിങ്ങിൽ ഞാൻ ഹൈലി കണക്റ്റഡ് ആയി പോകുന്ന സമയത്ത് ഐ കാൻ സ്പീക്ക് ഇൻ മലയാളം. ഓക്കെ, സോ സോറി ഫോർ ദാറ്റ്. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 3 ലൈക്ക് കമ്പയർ ടു മുന്നേ 2 പയലിൽ ഉള്ളതിനേക്കാളും ലൈക്ക് എനിക്ക് നിങ്ങളുടെ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടായിരിക്കണം, ബട്ട് നിങ്ങൾ ആ ഒരു വിഷമത്തിന്റെ കൂടെ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രയാസം എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയുന്നുണ്ട്. എങ്ങനെ നിങ്ങളത് ഇതുവരെ നിങ്ങൾ മറ്റുള്ള ആരെങ്കിലൊക്കെ കാരണമായിരിക്കാം നിങ്ങൾ വിചാരിക്കും, ഓക്കെ അവർ കാരണം ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടുന്നു. മേ ബി അത് റിലേഷൻഷിപ്പിലായിരിക്കാം ചില ആളുകൾക്ക്, ഇത്ര ഞാൻ വിഷമിച്ചിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ റിയലൈസ് ചെയ്യാണ് ആ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്, നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. ഓക്കെ, ആൻഡ് അത് വൈസായിട്ട് നിങ്ങളത് മാനേജ് ചെയ്യുന്നുണ്ട്. ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ എന്താണോ ട്രിഗർ ചെയ്യുന്നത്, ആ ഒരു കാര്യം, ആ ഒരു വിഷമം നിങ്ങൾ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആ ഒരു കൈൻഡ്നെസ്, ആ ഒരു മദർലി അഫെക്ഷൻ കാണിക്കുന്നത് നിങ്ങളോടും കൂടിയാണ്. ഓക്കെ, നമ്മൾ എന്താണോ നമുക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് മറ്റുള്ള ആളുകൾക്കും കൊടുക്കാൻ സാധിക്കുക. മറ്റുള്ള ആളുകൾക്ക് അത് ആ ഒരു എനർജിയാണ് കണക്ട് ചെയ്യാനും കൂടെ സാധിക്കാം. ഓക്കെ, സോ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മദർലി അഫെക്ഷൻ എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ അൺസെറ്റിൽ ആവാത്ത പല ഇമോഷൻസും നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈവൻ ഒരാളുടെ ഒരു ഹെൽപ്പും ഇല്ലാതെ. ഇത്ര കാലമായിട്ട് അത് സംഭവിച്ചാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, ഞാൻ സ്നേഹിക്കപ്പെടുള്ളൂ, എൻ്റെ ആഗ്രഹം ഫുൾഫിൽഡ് ആവുള്ളൂ എന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അതെങ്ങനെ വൈസായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളത് സെറ്റിൽ ചെയ്യുന്നുണ്ട്, നിങ്ങളത് റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ് നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൂടെ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ജേർണിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. അത് ഈവൻ ഈ ഒരു ലൈഫ് ജേർണി ആയിരിക്കാം. ഓക്കെ, സോ ഇത് ലൈക്ക് പ്രോബബ്ലി ലൈക്ക് നിങ്ങളൊരു അഡ്വഞ്ചർ ആയിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് ലൈഫ് എടുക്കുന്നുണ്ടായിരിക്കാം. ബട്ട് അവിടെ ആക്ഷൻ ഉണ്ടാവുന്നുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ലൈഫിന്റെ ആ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ആഫ്റ്റർ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ലൊക്കേഷനിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് മാരേജ് കഴിഞ്ഞ് നിങ്ങൾ വേറെ പ്ലേസിൽ സെറ്റിൽ ചെയ്യുന്നത് പോലെ വാഹനം ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ വാഹനം ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ നന്നായിട്ട് ലൈക്ക് ഒന്നിലും നിങ്ങൾ ലൈഫ് നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അവർ വാഹനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വാഹനം ഓർ നിങ്ങളുടെ സ്കില്ലിന് ആവശ്യമായിട്ടുള്ള മെഷീൻ ആയിരിക്കാം,
മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓർ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു സ്കിൽ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ പഠിക്കുക എന്നുള്ളതായിരിക്കാം അല്ലെ. സോ നിങ്ങൾക്കത് വാങ്ങിക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, വാഹനോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ. ഈവൻ ചില ആളുകൾ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കോസ്റ്റ്യൂമോ നിങ്ങൾ ധരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് വാങ്ങിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് വരുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ മാസം. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ടായിരിക്കണം. സോ ചില ആളുകൾ അത് എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ടുള്ള വർക്ക്ഔട്ടിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, ഓടാൻ പോകുന്നതായിരിക്കാം, ജിമ്മിൽ പോകുന്നതായിരിക്കാം, യോഗ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ എൻഗേജ്ഡ് ആവുന്നതായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 3, your February month, what major blessings are coming for you? Third eye chakra. See, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഇൻസൈറ്റ് കിട്ടുന്നത് എന്നുള്ളത് നോക്കൂ. എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറുന്നത്. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 3, ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ മാറ്റം വരികയാണ്. ഇതുവരെ നിങ്ങൾ കാണാത്ത രീതിയിൽ നിങ്ങൾ ലൈഫ് കണ്ടു തുടങ്ങാണ്. ഇതുവരെ നിങ്ങൾ കാണാതെ പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോവാണ്. ചില ആളുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ഫെബ്രുവരി മന്ത്. കണ്ടുപിടിക്കും. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ടാലന്റ് ആയിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ എബിലിറ്റി ആയിരിക്കാം. ഓക്കെ, ഓർ എന്തെങ്കിലും മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ. എസ്പെഷ്യലി അങ്ങനെ എന്തെങ്കിലും കാണാതെ നിങ്ങളുടെ ലൈഫിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗൈൻ ദിസ് ഇസ് കൺഫർമേഷൻ. നിങ്ങളുടെ ആ ഒരു പ്രശ്നം നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്കൊരു ഷാഡോ വർക്ക്, അതായത് നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് സങ്കടപ്പെടുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യണം, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ സീരിയസ് ആക്കി എടുക്കരുത്. ഗ്രൂപ്പ് നമ്പർ 3, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഇതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. അത് തന്നെയാണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടു തരുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്റ്റോറി ചേഞ്ച് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ആ ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഇതുപോലുള്ള സ്പിരിച്വൽ നോളേജ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവയർനെസ്, ഇൻസൈറ്റ്, ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരേ പാറ്റേൺ. ഇപ്പം നിങ്ങൾ പോയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. സോ നിങ്ങൾ പല രീതിയിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ഒരേ രീതിയിലായിരിക്കാം ലൈഫിൽ ചില സിറ്റുവേഷൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ബട്ട് ഫൈനലി നിങ്ങൾക്ക് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നത് ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കൂടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഫിസിക്കലി നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി. നിങ്ങളുടെ മസിൽസ് സ്ട്രോങ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്ട്രോങ് ആവുന്നുണ്ട്, നിങ്ങളുടെ ആക്ഷൻസ് സ്ട്രോങ് ആവുന്നുണ്ട്. ഓക്കെ, എന്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, കൺസിസ്റ്റൻസി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അഗൈൻ നിങ്ങൾ റൊമാൻറ്റിക് ലൈഫിലേക്ക് വരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന് മാത്രം എന്നുള്ളതല്ല, പൊതുവെ നിങ്ങൾക്ക് ആളുകളുടെ അടുത്തുനിന്ന് വലിയൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവും. ബട്ട് നിങ്ങളുടെ ഉള്ളിലാണ് ആ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലാണ് ആ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ സെറ്റിൽ ആവുന്നുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, ഈവൻ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും, വേറൊരാൾക്ക് അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ പാർട്ട്ണർ വേണ്ട അവിടെ നിങ്ങൾ സെറ്റിൽ ആക്കാൻ, നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി കൂടുതലൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ ഈവൻ ലൈക്ക് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു ബ്രീത്തിങ് സ്പേസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ ഓൾറെഡി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കൂടെ അവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിലല്ല, ബട്ട് നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരുപാട് വേദനിച്ച് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
അവിടെ നിങ്ങൾക്കൊരു ഹെൽത്തി ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വേദന അവിടെ ഉണ്ട്, ബട്ട് അത് നിങ്ങളുടെ ഒരു മനസ്സിനെയോ ശരീരത്തിനെയോ നിങ്ങളുടെ ഇമോഷൻസിനെയോ നിങ്ങളുടെ എനർജിനെ അത് ബാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരുപാട് വേദനിപ്പിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കണം, നമ്മളതിങ്ങനെ കോൺസ്റ്റന്റ്ലി ഓരോ ടൈമും ചിന്തിച്ചായിരിക്കാം, അങ്ങനെ എരിഞ്ഞെരിഞ്ഞായിരിക്കാം ജീവിക്കുന്നുണ്ടായിരിക്കാം അല്ലെ. ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് മാറ്റമുണ്ട്. ആ ഒരു വിഷമം അവിടെ ഉണ്ട്, ബട്ട് നിങ്ങൾ അത് വയസ്സായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം, എന്ത് നിങ്ങൾ എടുക്കണം, എന്ത് എടുക്കാൻ പാടില്ല, അതിനെ പറ്റിയിട്ട് ഒരു കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു ശ്രദ്ധ നിങ്ങൾ നിങ്ങളെ ലൈഫിനോട് കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുപോലൊരു സ്പിരിച്വൽ ജേർണിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈമിൽ. ഓക്കെ, കാര്യങ്ങൾ ഒരു ഡിഫറെന്റ് ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, ഈവൻ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡും കൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, കുറച്ചുകൂടെ മെച്ചോർഡ് ആയിട്ടുള്ള മാറ്റം. ഈവൻ ആളുകൾ നിങ്ങളെ വീണ്ടും റീകണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജറ്റിക് ഷിഫ്റ്റ് ഓൾറെഡി അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അതുപോലെ ഇനി സംസാരിക്കാനുള്ള സ്പേസ് ഇല്ല, അതുപോലെ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല. ഓക്കെ, ഒന്നുകിൽ അവര് മെച്ചൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ ഓർ ഗ്രോത്ത് ഉള്ള കാര്യത്തിനെ പറ്റി വേണം ഇനി സംസാരിക്കാൻ. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ഒരു മാറ്റം അല്ലെങ്കിൽ എനർജറ്റിക് ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫെമിനിൻ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓറ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചില ആളുകളെ അവരൊന്നും പറയുക പോലും വേണ്ട, അവരുടെ ഒരു ലൈറ്റ് ഉണ്ട് അല്ലെ, ഗ്ലോ. നിങ്ങൾ അങ്ങനെയാണ്. ഓക്കെ, സോ ഒരാൾ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യില്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാളും നിങ്ങളെ അഡ്മയർ ചെയ്യാതെ നോക്കില്ല. ഈവൻ സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, അവർ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളെ നോക്കും. ബിക്കോസ് എന്തോ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആളുകൾ നിങ്ങളുടെ പ്രസൻസ് വാല്യൂ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.